കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് പീരുമേട്, വാഗമൺ ആ ഭാഗങ്ങളാണ്. കാരണം ഇത്രയും ഒരു നേച്ചറിൻ്റെ ഏറ്റവും നല്ല ഭാവം അവിടെയാണ്. കാരണം കേരളം എന്ന് പറയുമ്പോൾ അതിൻ്റെ നേച്ചറിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഏറ്റവും സന്തുലിതാവസ്ഥയാണ്. അതായത് ചൂടും തണുപ്പും മഴയും എല്ലാം ഒരു വളരെ സന്തുലിതമായ, അതായത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു നാട് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും രസകരമായ ഒരു സ്ഥലമാണ് പീരുമേടും വാഗമണും. കാരണം അവിടുത്തെ ഏറ്റവും എനിക്ക് ആകർഷകമായി തോന്നിയിട്ടുള്ള കാര്യം അതിൻ്റെ ഇപ്പോഴും അതിൻ്റെ ഒരു പ്യൂരിറ്റി, ആ നേച്ചറിൻ്റെ പ്യൂരിറ്റി അവിടെ ഉണ്ടെന്നുള്ളതാണ്. അത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പല റിസോർട്ടുകളും പല കൺസ്ട്രക്ഷൻസും വരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത്തരം ഒരു നേച്ചറിൻ്റെ ഒരു വളരെയധികം പ്രസൻസ് ഉള്ള പ്യൂരിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ആ നേച്ചറിന് ചേരുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻസേ പാടുള്ളൂ. നമ്മളാണ് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ വളരെയധികം കോൺക്രീറ്റ് ജംഗിൾസ് പോലെ കെട്ടി. ഉദാഹരണത്തിന് ഇപ്പോൾ ഊട്ടി, കൊടൈക്കനാൽ പോലുള്ള സ്ഥലം ഞാൻ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരുപാട് സമയത്തോടെ പോയിട്ടുണ്ട്. പക്ഷേ പണ്ട് പോയ ഒരു രസം ഇപ്പം ഊട്ടിക്കും കൊടൈക്കനാലും തോന്നുന്നില്ല. കാരണം വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഒരുപാട് കൺസ്ട്രക്ഷൻസും. അപ്പോൾ അത് വരരുത്. അത്തരം സ്ഥലങ്ങളിൽ ആ നേച്ചറുമായിട്ട് ചേരുന്ന കൺസ്ട്രക്ഷൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് വളരെ മനോഹരമായിരിക്കും. ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ പല സ്ഥലങ്ങളുമുണ്ട്. അവിടെയും ഉള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ആ നേച്ചറുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയി നിൽക്കുന്ന രീതിയിലാണ്. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ബാങ്കോക്ക്. ബാങ്കോക്കിൽ ഈ പപ്പായ ബീച്ച്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അവിടുത്തെ സഫാരി പാർക്ക്. മനോഹരമായ രീതിയിലാണ് ആ പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലി ടൂറിനൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും രസകരമായി തോന്നുന്ന ഒരു സ്ഥലമാണ്. ഞാൻ എൻ്റെ കൂടുതൽ കുട്ടിക്കാലം ചിലവഴിച്ചത് മൂന്നാറിലാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഫാദർ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. അങ്ങനെയാണ് അവിടെ താമസിക്കാനുള്ള കാരണം. മൂന്നാറിലല്ല, ആക്ച്വലി അത് മീൻകട്ടം എന്ന് പറയും, ചിത്രപുരം. അപ്പോൾ അവിടെ KCBയുടെ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചത്. അവിടെ നിന്നാണ് സ്കൂളിലേക്ക് പോകുന്നത്. പലപ്പോഴും നമ്മൾ സ്കൂൾ ബസ് വന്ന് പോയതിന് ശേഷം ഈ നടന്നു പോകാനുള്ള ഒരു സുഖത്തിന് വേണ്ടി, കാരണം തേയിലക്കാടുകളുടെ ഇടയിലൂടെ നടന്നാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഈയിടയ്ക്ക് ഞാൻ അവിടെ പോയപ്പോൾ അതെല്ലാം തകർന്നടിഞ്ഞ് കിടക്കുകയാണ്, ആ പഴയ ക്വാർട്ടേഴ്സ് എല്ലാം. അപ്പം അതൊരു വളരെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഓർമ്മയാണ്. ഇപ്പോഴും ഞാൻ ആ ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ അന്ന് നടന്നു പോയ വഴികളിൽ ഒന്ന് ആ ഏരിയകളിൽ നിന്ന് പോകാറുണ്ട്. മൂന്നാറിൽ പോകുന്ന വഴിക്ക്, മൂന്നാറിൽ നിന്ന് 2 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ മാറിയാണ് ഈ മീൻകട്ടം എന്ന സ്ഥലം. അവിടെ പോകാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ വളർന്ന വേറെ സ്ഥലം എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ ഞാൻ ജീവിച്ച വീടെന്ന് പറയുന്നത് ഒരു ചുറ്റും വയലിൻ്റെ നടുക്കുള്ള ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചത്. ഇങ്ങോട്ട് പോകണമെങ്കിലും ഒരു ഭാഗത്ത് വണ്ടി പോകാൻ വഴിയുണ്ടെങ്കിലും ബാക്കി 3 ഭാഗവും വയലായതുകൊണ്ട് വയൽ ക്രോസ് ചെയ്ത് വേണം അപ്പുറത്ത് പോകാൻ. അത് ഭയങ്കര രസമാണ്. ഇപ്പം നമ്മളൊരു പാവി ഈ വിത്ത് പാവിന് ശേഷം മുളച്ച് നിൽക്കുന്ന ചെറിയ നെല്ലിൻ്റെ ഇടയിൽ കൂടെ പോകാൻ ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞ് അതിങ്ങനെ വിളഞ്ഞ് നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നു അതിൻ്റെ ഓരോ വളർച്ചയും. അപ്പോൾ ഒരു പക്ഷേ യെല്ലോയിഷ് കളറാവും വിളഞ്ഞ് കഴിയുമ്പം. മറ്റു നല്ല പച്ചപ്പാണെങ്കിൽ ഭയങ്കര യെല്ലോയിഷ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന അതിൻ്റെ ഇടയിലൂടെ വഴി വേറെ ഉണ്ടെങ്കിൽ പോലും ഈ വയലിലൂടെ ഇറങ്ങി പോയി അപ്പുറത്ത് കയറി സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഇടയ്ക്ക് അവിടെ പോയി നോക്കിയപ്പോൾ കണ്ടത് ആ വയലുകളിൽ ഒന്നിലും കൃഷിയില്ല, എല്ലാം വളരെ മോശമായ രീതിയിൽ അങ്ങനെ കിടക്കുകയാണത്. അപ്പം അത് ഭയങ്കര ഒരു വിഷമം തോന്നി. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു നേച്ചറാണ് നമ്മളെ നിലനിർത്തുന്നത്. ആ നേച്ചറിന് എതിരായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിൻ്റെ റിയാക്ഷൻ അപ്പോൾ തന്നെ ഉണ്ടാവും. നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വസിക്കാനുള്ള വസതികൾ ഉണ്ടായേ പറ്റൂ. പക്ഷേ അതെപ്പോഴും ഞാൻ പറയുന്നത് അത് നമുക്ക് ഈ പറഞ്ഞ പ്രകൃതിയുമായിട്ട് ചേരുന്ന രീതിയിൽ, ഇപ്പോൾ തന്നെ നമ്മളൊരു കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ ആ പ്രകൃതിക്ക് ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ഈ ഓരോ വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ ഈ വെള്ളം കൂടെ തങ്ങാൻ പറ്റുന്ന രീതിയിൽ ഇപ്പം ഈ ഗ്യാപ്പുള്ള ടൈൽസ് എല്ലാം ഉണ്ടല്ലോ, അത്തരം ടൈൽസ് ഇട്ടാലും കുഴപ്പമില്ല. അല്ലാതെ ഈ ടോട്ടൽ സിമൻ്റ് ഇട്ട് വെള്ളത്തിനെ റോഡിലേക്ക് ഇറക്കി വിടരുത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എവിടെ നോക്കിയാലും നമുക്ക് റോഡിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വേസ്റ്റുകൾ കൊണ്ട് വലിച്ചെറിയുക, അത് ഒരു ചീഞ്ഞ് നാറുക. അത് കാരണം ആൾക്കാർക്ക് ഒരു പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതിന് ഒരു കൃത്യമായ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കോർപ്പറേഷനോ അത്തരം ആൾക്കാർ ഇടപെട്ട് ഓരോ വീട്ടുകൾക്കും അത് പറഞ്ഞ് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രാക്ടിക്കലി നടക്കുന്നു എന്നുള്ളതാണ്. കാര്യം പല ആൾക്കാരും പോകുന്ന വഴിക്ക് ഇപ്പോൾ സ്കൂട്ടറിലോ കാറിലോ പോകുമ്പോഴത്തേക്കും വേസ്റ്റ് കെട്ടിപ്പോയി റോഡിൽ നിന്ന് ആരും കാണാത്ത രീതിയിൽ വലിച്ചെറിഞ്ഞിട്ടങ്ങ് പോകും. അപ്പോൾ അവരുടെ ഉത്തരവാദിത്തം കഴിയാണ്. അത് മറ്റുള്ളവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത് നേച്ചറിനുണ്ടാക്കുന്ന ദോഷം അതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ല. നമ്മളിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കാണുമ്പം ഈ നമ്മൾ പുഴയിലേക്കോ വല്ലതും നോക്കുമ്പം വേസ്റ്റുകൾ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണുന്നത്. അപ്പോൾ ഇത്തരം വെള്ളത്തിൽ പണ്ട് ഇവിടെ ജനങ്ങൾ കുളിച്ചിരുന്നത് ഇത്തരം കുളങ്ങളിലും കായലിലും ഒക്കെയാണ് കുളിച്ചിരുന്നത്. ഇന്നിപ്പോൾ അത് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം വെള്ളം ദുഷിച്ച് നാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഓരോ രീതിയിലും നമ്മൾ പ്രകൃതിയെ ഭയങ്കരമായിട്ട് അതിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദുരന്തങ്ങളാണ് നമ്മൾ പല രീതിയിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ മഴ, നമുക്ക് കാലം തെറ്റി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാം കാലം തെറ്റി വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു ദോഷകരമായ അവസ്ഥയിലേക്ക് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും ഭയങ്കരമായിട്ട് എന്നെ ഒരു ഫീൽ ചെയ്ത പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉത്തരാഖണ്ഡിലുണ്ടായ സംഭവമാണ്. ഞാൻ അവിടെ യാത്ര ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. സുഹൃത്തുക്കൾ ചേർന്ന് പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്
ഇങ്ങനൊരു ഭീകരമായ ഒരു മനസ്സിനെ ഭയങ്കരമായിട്ട് ഇപ്പോഴും നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് തന്നെയാണ്. കാരണം അത് യഥാർത്ഥത്തിൽ നമ്മുടെ മനുഷ്യനുണ്ടാക്കിയ ദുരന്തമാണ്. ഇത്രയും കാലമായിട്ട് അവിടെ ഗംഗാ നദി ഒഴുകുന്നുണ്ട്, എല്ലാ നദി ഒഴുകുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇത്രയും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ വായിച്ചെടുത്തതും മനസ്സിലാക്കിയെടുത്തോളം 1-2 സ്ഥലത്ത് വെള്ളം കെട്ടി പുതിയ അണക്കെട്ടുകളുണ്ടാക്കി അതിന് ഭയങ്കരമായിട്ട് ആ നേച്ചറിന് എതിരായി പ്രവർത്തിച്ചതിൻ്റെ കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷയാണ് ഇപ്പം ഇവിടെ ഉണ്ടായത്. പക്ഷേ ആ ശിക്ഷ കൊണ്ട് അനുഭവിച്ചത് പാവങ്ങൾ എത്രയോ ആൾക്കാരാണ് ഇവിടെ മരിച്ചത്. ഇപ്പോഴും ആ മരിച്ച ആൾക്കാരുടെ പൂർണ്ണമായ എണ്ണം തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയൊരു 3-4 വർഷത്തേക്ക് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അത്രയും ഒരു പ്രകൃതിയുടെ ഒരു അഴിഞ്ഞാട്ടം, പ്രകൃതിയെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിരുന്നു ഈ ഉത്തരാഖണ്ഡിൽ സംഭവിച്ചത്. പ്രകൃതി സംരക്ഷണം തന്നെയാണ് അതിലെ ഏറ്റവും വലിയ മെസ്സേജ്. നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടുകൊണ്ട് പ്രകൃതിക്ക് അനുകൂലമായി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. പ്രകൃതിക്ക് ഒരു കാരണവശാലും ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ വേണം നമ്മൾ ജീവിക്കാൻ. അതായിരിക്കണം നമ്മൾ എടുക്കേണ്ട ആദ്യത്തെ ശബ്ദം.